മുട്ട കാണാൻ ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ദ ഗെയിം പ്ലേ ഗ്രാനി. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഗ്രാനിയുടെ ഗെയിമുമായിട്ടാണ്. ഗ്രാനിയിൽ ഇപ്പൊ പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയ ഒരു പംകിൻ ഒക്കെ ഇരിക്കുന്നത്. അതേ ഗൈസ്, ഹാളോവീൻ ഇവന്റ് ആണ് ഗൈസ് ഇത്. സ്റ്റോർ ഇപ്പൊ ഈ ഗെയിം ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ഈ ഗെയിമിനകത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഹാളോവീൻ എന്ന് പറഞ്ഞ ഗെയിം തീമിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ സമയങ്ങളൊന്നുമില്ല, വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മുടെ വീടിന്റെ തീം തന്നെ മാറിപ്പോയല്ലേ ഗൈസ്. കണ്ടോ, കളറൊക്കെ കണ്ടോ, ലൈറ്റ് ഒക്കെ എന്താ ഇങ്ങനെ ഇരിക്കും ആർക്കറിയാം. നല്ല സ്റ്റക്ക് ഉണ്ടല്ലോ. ഇതെന്താ പംകിനൊക്കെ കടിക്കോ ഗൈസ്? ഇത് എന്തോ പംകിനൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അയ്യോ, എന്താ സാധനം? അയ്യോ അമ്മേ അമ്മേ അമ്മേ, അയ്യോ ഗൈസ്, ഒരു എല്ലും കൂടെ കണ്ട് ഗൈസ്. ഗ്രാനി നമ്മളെ കണ്ട്. അവിടെ സ്ക്രീനിൽ പച്ച സാധനം എന്താണ്ടൊക്കെ വന്നല്ലോ. ഗ്രാനി ഇത് കറുത്ത നൈറ്റി ഒക്കെ ഇട്ടാണ് വന്നേക്കുന്നത് ഗൈസ്. നമുക്ക് ആ സമയം ഇതിലേ ഓടാം. ഗ്രാനി ഇത് ഡാഗിനിയുടെ വേഷത്തിലൊക്കെയാണ് വന്നേക്കുന്നത്. ഗ്രാനി ഡാഗിനിയുടെ വേഷത്തിലാണ് വന്നേക്കുന്നത് ഗൈസ്. ഡാഗിനി വരുന്നു, ഓടിക്കളയാം. ഡാഗിനി വരും. ഇവിടെ മൊത്തം പംകിനൊക്കെയാണ്. ബോന്ത കണ്ടിട്ട് തന്നെ പേടി വരുന്നതിന്റെ. ഗ്രാനി ആരാ ചിരിച്ചല്ലോ ഇപ്പൊ? ഒരു എലി ഓടിപ്പോന്നുണ്ട്. മറ്റേ നൈറ്റ് മെയറിനകത്തുള്ളതാണോ അത്? അയ്യോ ഡാഗിനി, അയ്യോ എല്ലും കൂടെ നമ്മളെ കണ്ട് ഗൈസ്. എല്ലും കൂടെ ഗ്രാനി കണ്ടില്ലെങ്കിൽ എല്ലും കൂടെ അങ്ങൂന്ന് നമ്മളെ കാണും. നമുക്ക് ഇതിലേ പോവാം. എല്ലും കൂടെ നമ്മളെ കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്യാസോലിൻ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗ്രാനീനെ നമുക്ക് ഇവിടെ എടുത്താം. എനിക്ക് തോന്നുന്നത് സ്പെഷ്യലായിട്ടൊന്നും വന്നിട്ടില്ലെന്ന്. ഈ കളർ തീമും പിന്നെ കുറച്ച് പംകിനും ഒക്കെ വന്ന് ഇച്ചിരി ഹൊററായിട്ട് ഉള്ളെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചൊന്നും വന്നില്ല. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടെ പോയെന്നേ ഉള്ളൂ. ഇതേ കാറിനെ ഉണ്ടാക്കിയ ഒരു വലിയ പംകിനൊക്കെ ഇരിക്കുന്നു. ഗ്രാനി വരരുത് പ്ലീസ്. ആ ഗ്രാനി വരുന്നുണ്ട്. കാണാതിരുന്നാ മതിയായിരുന്നു. കേറടി ഗ്രാനി. ഗ്രാനിയുടെ മൂക്കൊക്കെ കണ്ടോ ഗൈസ്? ഗ്രാനിയുടെ മൂക്കൊക്കെ കണ്ടോ? ഡാഗിനി, കറക്റ്റ് ഡാഗിനിയാ. ഇവരെന്തേലും ചെയ്യുവോ? നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഓടി വരുന്നുണ്ട്. ഒന്നും ചെയ്യത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മുടന്തി വരുന്നുണ്ട്. ഓടിക്കോ. ഒരു തലയൊക്കെ ഇതിനകത്തിരിക്കുന്നു. അയ്യോ പോടാ. അവനെന്തി? അവൻ നമ്മളെ മറന്നോ? അവനവിടെ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്ത് പോന്തോ? നമ്മളെ തന്നെ നോക്കുവാണല്ലോ. ഒരു എലി പോകുന്നു. അതിന്റെ മണ്ടക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെ കടിക്കുക. നമുക്ക് ഇതുകൊണ്ട് മറ്റേ അവൾക്ക് കൊടുത്തിട്ട് വരാം ബുക്ക്. ഇന്ന് എനിക്ക് എസ്കേപ്പ് ആകാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു പുതിയ എന്തെങ്കിലും എസ്കേപ്പ് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനും മൂക്കൊക്കെ ഉണ്ടോ ഗൈസ്? വവ്വാല്. ഗ്രാനി എണീറ്റെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഇവിടൊക്കെ ഒന്ന് തപ്പി നോക്കാം. ഓ ഇവിടെ ഇല്ല, ഒന്നുമില്ല. ഗ്രാനി എവിടെ പോയി? പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നെന്ന് പറഞ്ഞ് കളർ വ്യത്യാസം മാത്രം ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇവിടെ എന്താ സാധനം? ഇവിടെ ഒരു കലമൊക്കെ വെച്ചിട്ടുണ്ട്. ഡെഡ് റാറ്റ്. നമുക്കൊരു ചത്ത എലിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിനെ വെച്ച് എന്താ ചെയ്യണ്ടേ? ഇതിനകത്തോട്ട് ഇടണോ? നമുക്ക് ഇട്ട് നോക്കാം. ഓ ഗൈസ്, ഇട്ടപ്പോ ഒരു പ്രേതം. ആണ്ടാ പോകുന്നു പ്രേതം. അതിനകത്തുനിന്നൊരു പ്രേതം വന്ന് മേളിലോട്ട് പോയി ഗൈസ്. ആണ്ട് ആകാശത്ത് പോയി നിൽക്കുന്നു. നമ്മള് പണി എരന്ന് വാങ്ങുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ എന്ന സ്ഥലമായിരുന്നു. ഒരു പ്രേതത്തിനെയും കൂടെ വിളിച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ട്, നമ്മളെ പിടിക്കാനായിട്ട്. നല്ല പ്രേതമാണോ? ഗ്രാനീനെ പോലെ ഡാഗിനിയാണോ എന്ന് അറിയത്തില്ല. അതാണോ ഗൈസ് ഈ കിടന്ന് കാറുന്നത്? എനിക്ക് പേടി വരുന്നു സൗണ്ടൊക്കെ കേട്ടിട്ട്. ലുട്ടാപ്പി ഇവിടെ അങ്ങനെ കാണുക ഗൈസ്. അയ്യോ, ഇവിടെ ചലന്തി പൊങ്ങി വന്നു ഗൈസ്. താന്നു വന്ന്. അയ്യോ ഗ്രാനി നമ്മളെ കണ്ടു ഗൈസ്. ഡാഗിനി ഗൈസ്. ഡാഗിനി ചൂലൊക്കെ പിടിച്ചോണ്ടാണ് നിൽക്കുന്ന. വിച്ചാണ് ഡാഗിനി കുറച്ചേരം നോക്കിട്ട് പൊക്കോ. ഡാഗിനി നമ്മള് മറന്നു ഗൈസ്. ലുട്ടാപ്പി ഇവിടെ ഉണ്ടോന്ന് നോക്കാം നമുക്ക്. ആരാ ഗൈസ്? ലുട്ടാപ്പി ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളെ തുപ്പിയിട്ട് പോയി. ഇതാണ്ട് പോകുന്നു ലുട്ടാപ്പി. ഇവനാണോ ഈ കിടന്ന് കാറുന്നത്? നമുക്ക് സ്പാർക്ക് പ്ലഗ് കിട്ടിയിട്ടുണ്ട്. ആവശ്യമുള്ളതൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ഇന്ന് കാർ എസ്കേപ്പ് തന്നെ ചെയ്ത് കളയാം. ഇപ്പൊ എന്തായാലും മറ്റേ പംകിൻ ചിരിച്ചത് കൊണ്ട് മിക്കവാറും ഗ്രാനി അമ്മച്ചി വരാൻ സാധ്യതയുണ്ട്. അനിയമ്മച്ചി എടാ, ഇതിനെന്തുവാടാ? പിന്നെയും വന്നു. അൺലിമിറ്റഡ് ആണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. വീണ്ടും വന്നോണ്ടിരിക്കും. ഗ്രാനി ഇവിടെ എങ്ങാനും ഉണ്ടോ? ഞാനിവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രാനി ഇങ്ങോട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ മറ്റേ സാധനം ഉണ്ടല്ലോ, ആ പ്രേതം ഇവിടെ എവിടെങ്കിലും ഉണ്ട്. പ്രേതം നമ്മളെ സഹായിക്കാൻ വന്നതാണോ കൊല്ലാൻ വന്നതാണോ എന്നൊരു സംശയം ഇല്ലാതെ ഇല്ല. കാരണമൊന്നുമില്ല. ഗ്രാനി ഇപ്പൊ വെളിയിൽ പോയി. ഇത് ഇവിടെ അല്ലേ ആക്കണ? അല്ലല്ല, മൊത്തം തെറ്റിപ്പോയില്ല. ഓക്കെ, നമ്മള് സ്പാർക്ക് പ്ലഗ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഇങ്ങോട്ട് നോക്കാം. നമുക്കിനി 2 പീസും കൂടെ കിട്ടുവാണ്. തോക്കെടുത്ത് അമ്മച്ചിയുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കും. തിരിച്ചു വരുന്നുണ്ട് ഗ്രാനി അമ്മച്ചി. നമുക്ക് തിരിച്ചൊന്നും കൂടെ പോയി സൗണ്ട് ഉണ്ടാക്കിയിട്ട് വരാം. ഗ്രാനി തിരിച്ചു വരുവോ? ഗ്രാനി, നമ്മളൊരു പ്രേതത്തിനെ തുറന്നു വിട്ട് ഗൈസ്. ആ പ്രേതം നമുക്ക് മണി വരുവോന്ന് ആർക്കറിയാം. വരുന്നുണ്ട് പോടാ.
ഓടിക്കും ഓടി. ആ ലുട്ടാപ്പി നമ്മളെന്തെങ്കിലും കൊല്ലുവോന്ന് എനിക്കറിയത്തില്ല. ലുട്ടാപ്പി നമ്മളെ കൊല്ലുവോന്ന് എനിക്കറിയത്തില്ല. വെറുതെ വന്നത് തുപ്പിയിട്ട് പോകത്തേ ഉള്ളൂ. അമ്മേ എന്തുവാടാ? ഡാഗിനി എണീറ്റിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. അവിടെ പോയി ഒന്നും കൂടെ സൗണ്ട് ഉണ്ടാക്കാം. ഓക്കെ, അവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഡാഗിനി അങ്ങോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാം സേഫ് ആയിട്ട് ചെയ്യണം. എന്താന്ന് വെച്ചാൽ ഇത് പുതിയൊരു കളിയാണ്, പുതിയൊരു തുടക്കം. അമ്മേ അയ്യോ വീഴരുത് പ്ലീസ്. ഇനി ഗ്രാനി അമ്മച്ചി തിരിച്ചു വരും. ഒന്നും കൂടെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മച്ചി അങ്ങോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആരാടാ ഈ കിടന്ന് കാറുന്ന്? ഭയാനകരമാണല്ലോ ഈ സൗണ്ടൊക്കെ. ഇത്രയും കാറിന്റെ ആവശ്യമില്ലായിരുന്നു. ആ പ്രേതം നമ്മളൊന്നും ചെയ്തില്ല. ആ പ്രേതം ഇപ്പൊ എന്റെ അടുത്ത് വന്നത് നമ്മളൊന്നും ചെയ്തില്ലല്ലോ. അതെന്ത് പറ്റി അറിയില്ല. നമുക്ക് ഈ സ്പൈഡർ കീ എടുത്തിട്ട് രക്ഷപ്പെടാം. അമ്മച്ചി ഇതിലേ വരുമോ നോക്കട്ടെ. എടാ പ്രേതം വെറുതെ നടക്കുന്നതാണോ അതോ ഇനി സ്ലെൻഡറീനെ പോലെ വല്ല പ്രേതമാണോ? ഓടി, ഞാൻ ഇറങ്ങി ഓടും. ഇവിടെ മൊത്തം ചുമല, പച്ച, നീല, വയലറ്റ് കളറാണ് ഗൈസ്. ഇവിടെ ഒരു കോകുവീലാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും ഉപയോഗം ഉണ്ടോന്ന് ചോദിച്ചാൽ ഒട്ടുമില്ല. ഇപ്പൊ എവിടാ ഇരിക്കുന്നേന്ന്? അമ്മച്ചി ഇങ്ങോട്ട് വരുന്നുണ്ട് ഗായ്സ്. അമ്മച്ചി ഈസ് റെഡി ഫോർ വാർ. എന്നാ ഈ കോകുവില് കൊണ്ടുപോയിട്ട് എന്നെ വെറുതെ വിട്. തലയിലാണ് പാത്രം കമത്തി വെച്ചിട്ട് വന്നേക്കോ. അയ്യോ അയ്യോ എന്നെ വെറുതെ വിടണേ. ഞാൻ ഒരു പാവപ്പെട്ടവനാണ്. അയ്യോ തിരിച്ചു പോ. മേളിലോട്ട് കേറ്. നമ്മുടെ ലുട്ടാപ്പീനെ ഇതുവരെ കണ്ടില്ലല്ലോ ഗൈസ്. നമ്മുടെ ലുട്ടാപ്പീനെ ഇവിടെ കാണുന്നില്ല. ലുട്ടാപ്പി ഒരു പാവപ്പെട്ട ചെറുക്കനായിരുന്നു. ലുട്ടാപ്പിയും ഡാഗിനി അല്ലാതെ ഇനി കുട്ടൂസനും കൂടെ ഉണ്ടോ ഗൈസ് ഇവിടെ? അറിയാൻ മേല. നമുക്ക് ഇതിലെ കൂടെ ചാടാം. അമ്മച്ചി അവിടെ വരുമ്പോ ഞാൻ അവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആരാടാ ഇതിന് മാത്രം കിടന്ന് കാറുന്നേ? ഓക്കെ, ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട്. നേരെ നമുക്ക് ഗ്യാരേജിലോട്ട് പോവാം. ഇവിടെ കെണിയൊക്കെ ഇട്ടിട്ടുണ്ട്. ലുട്ടാപ്പിനെ കാണുന്നില്ലല്ലോ ഗൈസ്. എനിക്ക് തോന്നുന്നത് നമ്മള് മറ്റേ പ്രേതത്തിനെ വരുത്തിയപ്പോ ലുട്ടാപ്പി പോയോന്നൊരു സംശയമില്ല. മറ്റേ പാവ എടുത്തിടുമ്പോഴേക്കും നമ്മുടെ സ്ലെൻഡറീനെ പോകത്തില്ല, അതുപോലെ ലുട്ടാപ്പി വാനിഷായി പോയി കാണും. അല്ലേ ലുട്ടാപ്പി വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ലുട്ടാപ്പി നടക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. ഞാൻ ഇവിടെ സൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മച്ചീനെ ഇങ്ങോട്ട് വന്നാൽ മാത്രം വല്ലാത്തൊരു വൈബ് ഇത് കളിക്കുമ്പോ. രാത്രി വേണം ഈ ഗെയിം കളിക്കാൻ. പോടി അമ്മച്ചി. അതിനകത്ത് കട ആരാണ് ഒച്ച ഉണ്ടാക്കുന്നത്? കോകുവില് നമ്മളെ രക്ഷിച്ചു. ഞാൻ കോകുവില് വെറുതെ താഴോട്ട് ഇട്ടതാ. അത് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കിട്ട് വരാം. സ്പെഷ്യൽ കീ ഇവിടെ ഇരിപ്പുണ്ട്. സ്പെഷ്യൽ കീ മേലെ ആവശ്യം വരും. ഒരു കാര്യം ചെയ്യാം, ഗ്രാനീനെ വെച്ച് മറ്റേ സ്ഥലം ഇത് ഒട്ടിക്കാം. നമ്മുടെ ഷോർട്ട് ഗണ്ണിന്റെ പാർട്ട് 2 കിട്ടി. രണ്ടാമത്തെ പാർട്ട് കിട്ടി, സെക്കൻഡ് പാർട്ട്. ഇനി നമുക്ക് അവിടെ കൊണ്ട് വെച്ചേക്കാം. ഓക്കെ സെറ്റ്. ഇനി എനിക്ക് തോന്നുന്നത് മറ്റേ സ്ഥലത്താണെന്ന്. ഇതില്ലേ മൂന്നാമത്തെ പാർട്ട് അവിടെ ആണെന്നാ തോന്നുന്നത്. ഇതിനെ കണ്ട് ഞാൻ എത്രാമത്തെ പ്രാവശ്യം പേടിക്കുന്നത്. ഇതിനെയൊക്കെ കണ്ട് പേടിക്കാം. അതേ ഇടിക്കരുത് സൗണ്ട്. പോടാ. ലുട്ടാപ്പി വന്ന് നമ്മള് തലക്കെട്ട് എന്തോ എറിഞ്ഞിട്ട് ഓടി. കുറെ പംകിനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. തലകെട്ടന്റെ പച്ചക്കളറിൽ എന്തോ ഇട്ടിട്ട് പോയി ഗൈസ്. ലുട്ടാപ്പി നിനക്ക് വെച്ചിട്ടുണ്ടാ ഞാൻ. ഷോർട്ട് ഗൺ പാർട്ട് 3 തീർന്ന്. ഗ്രാനി തീർന്ന്. ഷോർട്ട് ഗണ്ണിന്റെ പാർട്ട് 3 കിട്ടി നമുക്ക്. ഗ്രാനിയുടെ കാര്യം കട്ടപ്പോഹ. നീ തീർന്നടി ഗ്രാനി. അയ്യോ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഓക്കെ, നമ്മുടെ ഷോർട്ട് ഗൺ സെറ്റായി. ഇനി ഗ്രാനി സ്പോൺ ആകുന്നതും കൂടെ നോക്കിയിട്ട് തലമണ്ടയ്ക്ക് ഒരെണ്ണം കൊടുക്കണം. കുറച്ചു നേരം വെയിറ്റ് ചെയ്തു നോക്കാം. ഇവിടെ അമ്മച്ചി വരുന്നുണ്ട്. ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്തു. കുറെ നേരം കഴിഞ്ഞാണ് അമ്മച്ചി വന്നത്. ഓക്കെ അമ്മച്ചി വാങ്ങിട്ട് പോ. കിടക്കുന്ന കടപ്പ് കണ്ടോ? പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ. ഇതെന്താ ഒരു കൈ കൊണ്ട് താങ്ങി കുളിച്ചേക്ക്. അവിടെ മാറ്. ടാപ്പിനെ വെടി വെച്ച് കൊല്ലാൻ പറ്റുമോന്ന് അറിയാല. ഒരു കാര്യം ചെയ്യാം, ഒരു ബുള്ളറ്റ് എടുത്തോണ്ട് മറ്റേ സ്ഥലത്തോട്ട് പോകാം. വെടി വെച്ചിടുന്ന സ്ഥലമില്ലേ? വെടി വെച്ചിട്ട് ആ ഡോറൊന്ന് തുറന്ന് അതിനകത്ത് എന്താ നോക്കാം. മിക്കവാറും ബാറ്ററി ആയിരിക്കും. മുട്ട തൈലം വാങ്ങിച്ച ചോളീൻ. മറ്റേ വടിയാണ്. നമുക്കത് വേണ്ടല്ലോ, പിന്നെന്തിനാ നമ്മൾ അഴിക്കുന്നത്? അത് സാരമില്ല. ട്രാപ്പ് ഉണ്ട് ഇവിടെ, നമുക്ക് തിരിച്ചു പോവാം. ഇവന്റെ ഇവിടെ എന്തോ കിടക്കുന്നത്, ഡോർ ലോക്ക് കിടക്കുന്നത്. ആ സ്പൈഡറിന്റെ സ്ഥലത്തോട് ഇതിന്റെ കാറിച്ച് എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. അയ്യോ ചാടറാ. ലുട്ടാപ്പി അവിടെ ഒന്ന് നോക്കിയിരിക്കുവായിരുന്നു. പോടാ. നമുക്ക് ഇനി നേരെ ആൽഗേനയുടെ അവിടെ പോയി എന്തെങ്കിലും പരിപാടി നോക്കാം. തൊപ്പിയൊക്കെ ഇട്ടോണ്ടാ പോയത്, ഞാൻ കണ്ട്. ആണ്ടാ തൊപ്പിയൊക്കെ ഇട്ടോണ്ടാ നിൽക്കുന്നേ. മൂക്കൊക്കെ ഉണ്ടല്ലോ. ഓടിക്കോ.
ഓടിക്കോ 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 ഓടിക്കോ. ഇനി മീറ്റ് എടുത്തോണ്ട് നമുക്ക് തിരിച്ചു പോകാം. അമ്മച്ചി ഇവിടെ ഒന്നും ഇല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ അമ്മച്ചി എങ്ങനെ പിടിച്ചു. അമ്മച്ചി സ്പോണായിരുന്നു എനിക്ക് തോന്നുന്നത്. കഥ ഓർക്കുന്ന സൗണ്ടൊക്കെ ഉണ്ടല്ലോ. അമ്മച്ചി കണ്ടെന്നെ ഗൈസ്. കണ്ട്. അയ്യോ രണ്ടും വരുവാണല്ലോ. രണ്ട് സൈഡിൽ നിന്ന് രണ്ടും വന്നു. എന്നെ കൊല്ലല്ലേ കൊല്ലല്ലേ. അയ്യോ ഇവൻ തലയിലോട്ട് തുപ്പി ഇടത്തേ ഉള്ളായിരുന്നു. ഞാൻ എത്ര നേരം വിചാരിച്ചു ഇവൻ നമ്മളെ കൊല്ലുവെന്ന്. ലുട്ടാപ്പിയും ഡാഗനെയും കൂടെ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുക. ഇതിനകത്തോട്ട് ഇടാം. അമ്മച്ചി കഥ ഒന്ന് പൊളിച്ചു തരാമോ? പോയി പൊളിച്ചിട്ട് ഇപ്പൊ പൊളിച്ചു തരും. ഓക്കെ അമ്മച്ചി പൊളിച്ചിട്ടുണ്ട്. ഇനി തിരിച്ചു വെക്കോ. ഇനി ആവശ്യമില്ല. പൊക്കോ. ഇനി അത് മറിച്ചിട്ട് അവിടെ കിടന്ന ആരാ മറിച്ചിട്ടെന്ന് വിചാരിച്ചു. കണ്ടോ അതുപോലെ പൊട്ടിയാ സ്വയം മറിച്ചിട്ടിട്ട് അവിടെ കിടന്ന് തപ്പുക ആരാ മറിച്ചിട്ടെന്ന്. ഓക്കെ ഇനി അകത്തെന്തേലും ഉണ്ടോന്ന് നമുക്ക്. കോഗുവീലാണുള്ളത്. ആരാടാ ഇനി മാത്രം കിടന്ന് കാറുന്നേ. വാ എന്നെ വന്ന് പിടി. അയ്യോ എല്ലാരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കാണല്ലോ എന്നെ. എല്ലാരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുക. ഞാൻ ഒരു പാവമല്ലടാ. എന്നെ വെറുതെ വിടറാ. ഞാൻ എവിടായിരുന്നു മറ്റേ അതിന് പേരെന്തോന്നു സ്പെഷ്യൽ കീ കണ്ടത്. ഞാൻ എവിടെയൊക്കെയാ സ്പെഷ്യൽ കീ കണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. അതിനിടെ കാർക്കി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അമ്മച്ചി വേറെ അതേ വരുന്നായിരുന്നു. വന്നോളൂ. ബാ എനിക്കിനെ ഇഷ്ടം പിടിക്കുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന്. അത് വെറും കാണാൻ വെച്ചേക്കുന്ന മാത്രം. അതിന് ജീവനൊന്നുമില്ല. ഗ്രാനിയെ പോലെ ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ തല്ലി കൊല്ലായിരുന്നു. എവിടെ ഏഞ്ചൽ സ്പൈഡർ എവിടുന്ന് വരും? എന്നെ കടിക്കണോ? പോയി അവിടൊക്കെ ഒന്ന് പോയി തപ്പിയിട്ട് വരാം അല്ലേ. 2 ആണല്ലേ. അപ്പൊ നമുക്ക് തപ്പിക്കളയാം. ഈസി. അയ്യോ ഇങ്ങോട്ട് തന്നെ വരണമായിരുന്നു. ഓടി. ഓടിക്കോ. സൈഡിലോട്ട് പോവാ അല്ലെങ്കിൽ മറ്റേ സൈഡിലോട്ട് പോ. അല്ലെ എന്നെ പിടിക്കാൻ പാ. എന്തെങ്കിലും ഒക്കെ ചെയ്യും. വാ. വിഞ്ച് ഹാൻഡിൽ കിട്ടി ഗൈസ് നമുക്ക്. അങ്ങോട്ട് പോയി. ഓടിക്കോ. നമുക്ക് വിഞ്ച് ഹാൻഡിൽ കിട്ടുന്നുണ്ട്. അതെന്തായാലും നന്നായി. അമ്മച്ചി ഇവിടെ ഉണ്ടായിരിക്കല്ലേ. അമ്മച്ചി ഇവിടെ ഇല്ലായിരിക്കണമേ. അമ്മച്ചി ഇതിന്റെ അടുത്തേ കാണരുതേ. ഓക്കെ നമുക്കിനി അമ്മച്ചിനെ ഒന്നും കൂടെ വറുത്തെടുക്കാം. ചൂട് ആവിയിലിട്ട് പൊരിച്ചെടുക്കാം. നമുക്ക് ഒടുക്കത്തെ സ്റ്റക്കാണ് ഈ ഗെയിം. എന്താണെന്നറിയത്തില്ല. ഈ ഗെയിമില് വേറെ എസ്കേപ്പ് ഒന്നും ഇല്ലേ? അറിയാമെങ്കിൽ പറഞ്ഞു തരണം. നമുക്കൊന്ന് പറഞ്ഞുകൂടാ. അമ്മച്ചി ഇതേ വരുന്നു. മന്തിയാകാൻ റെഡി ആയിക്കോ. ഓക്കെ അവിടെ കട കുറച്ചു നേരം വേഗ്. നമുക്ക് ഇതിലെ തന്നെ. അയ്യോ ഇതിലല്ലോ. ഇതിലെ പോയാൽ നേരെ അവിടെ എത്തുക. അമ്മച്ചി പടമായി. മിണ്ടായിരിക്കടാ. അയ്യോ എനിക്ക് ഇവന്റെ തൈല് ഇഷ്ടമല്ല. അടുത്ത എലി വരുന്നുണ്ട് നമ്മളെ ആക്രമിക്കാൻ. നമുക്ക് ഹാമർ കിട്ടിയിട്ടുണ്ട്. ഹാമർ കിട്ടി. വെരി ഇമ്പോർട്ടന്റ്. ഹാമർ വേണ്ടായിരുന്നു. നമുക്ക് ഗ്രാനിയെ വെറുതെ അങ്ങ് വന്നാൽ മതിയായിരുന്നു. നമുക്ക് തോക്ക് എടുത്തിട്ട് മറ്റേ സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ അവിടെ വെച്ചിട്ടൊരു സംഭവം ഉണ്ട്. ഞാൻ ഈ കാര്യം മറന്നേ പോയി. ഇപ്പൊ എന്റെ ചെലന്തി വരും കേട്ടോ. ഇവിടുന്ന് നമ്മള് പേടിക്കത്തില്ല. മതിയായോ? ഇതേ പോയി. അവൻ ഇവിടെ വന്ന് പച്ചക്കളറെല്ലാം ഛർദ്ദിച്ച് വെച്ചിട്ട് പോകും ഗൈസ്. വീണ്ടും വന്നിട്ട് അവന്റെ കാലിന്റെ സൗണ്ട് ഇവിടം വരെ കേൾക്കാം. കണ്ടോ സൗണ്ട് കേട്ട് എന്തോ പോലെ. ഒന്ന് മാറാമോ? കാക്ക സീഡ്. ഓക്കെ നമുക്ക് റിമോട്ട് കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. കാക്കയുടെ അവിടുന്ന് റിമോട്ട് കൺട്രോൾ ആവശ്യം വരുമോ? ഇനിയിപ്പോ അതിനകത്ത് വേറെ എന്തെങ്കിലും വേണോ? മറ്റേ എന്ത് കിട്ടുമെന്ന് അറിയില്ല. നമുക്ക് കാർക്കി ചിലപ്പോ കിട്ടിയാലും. കാർക്കി കിട്ടിയാൽ പിന്നെ വലിയ ഉപകാരമായി. എടാ നിനക്ക് എന്തുവാടാ പണ്ടാരം ചെയിൻ കട്ടർ നമുക്ക് വേണ്ട.
അമ്മച്ചി സ്പോണായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രേതോ കാറിക്കൊണ്ട് പോകുന്നേ. ഇതിനെ അടിച്ചു വിട്ട എന്നെ പറഞ്ഞാ മതി. എന്നെ പറയാവൂ. എവിടായി ഗ്രാനി? വന്ന് ചൂലും പിടിച്ചോണ്ട് വരുന്നുണ്ട്. നെഞ്ചു നോക്കി പൊട്ടിച്ചിട്ടുണ്ട്. കുറച്ചു നേരം അവിടെ ബോധം കിട്ടി കിടക്കും. ബുള്ളറ്റൊക്കെ തീരാറായല്ലോ. കിടക്കുന്നു. അയ്യോ തുപ്പരുത്, പ്ലീസ് പ്ലീസ് തുപ്പരുത്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നീ പോടാ. അമ്മച്ചി ഒന്ന് വഴി മാറിത്തായോ. ഒരുത്തൻ എന്നെ വെടിവെക്കാൻ ഇട്ട് ഓടിക്കുക. തുപ്പി. നിനക്ക് എന്നതാ നിനക്ക് ലുട്ടാപ്പി? ഇവനെ ഞാൻ എന്ത് ചെയ്യണം? മിക്കവാറും അവിടെ പാഡ്ലോക്കി കാണാൻ സാധ്യതയുണ്ട്. എന്റെ ഹാർട്ട് അറ്റാക്ക് വന്നു എനിക്ക്. ലിറ്റിൽ റസ്റ്റി പാഡ്ലോക്കി. ഇതിപ്പോഴാണോ കിട്ടുന്നത്? എനിക്കൊന്നും വേണ്ട. നമുക്ക് നേരെ സിവറിലോട്ട് പോവാം. സിവറിൽ ഒരു സാധനമുണ്ട്. അതിനെ സഹിക്കാനേ പറ്റത്തില്ല. എവിടാന്നൊന്ന് പറയുവാണെങ്കിൽ എനിക്ക് ഓടായിരുന്നു. പ്ലീസ്. ഓക്കെ, അമ്മച്ചീനെ ഓടിച്ച് ഇവിടം വരെ വന്നിട്ടുണ്ട്. പാഡ്ലോക്കി കിട്ടണമേ. പോയെങ്കിൽ പാഡ്ലോക്കി. ബാബാ ഇതിലെവിടാ? ഇങ്ങോട്ട് വാ. സൈഡിൽ കൂടെ വാ. വണ്ടിയൊക്കെ റിവേഴ്സ് അടിക്കുന്ന പോലെ ആവുന്ന. പാഡ്ലോക്ക് കിട്ടി. കാർക്കിയും മറ്റേ കുന്ത്രാണ്ടോ വിഞ്ച് ഹാൻഡിൽ. ഒന്നും കൂടെ ഗ്രാനീനെ നമുക്ക് ബോധം കെടുത്തണം. ദേ വരുന്നു ഗ്രാനി അമ്മച്ചി. അകത്തോട്ട് കയറിക്കോ കേട്ടോ. അവിടെ ഇവിടെ നമുക്ക് തുറന്നിട്ടേക്കാം. നമുക്കിനി എന്തൊക്കെ വേണ്ടത്? കാർ ബാറ്ററി. അതിന്റെ കാര്യം ഞാൻ മറന്നേ പോയി. ഇതെങ്ങനെ ഉറങ്ങുന്നത്? ഓക്കെ, കാർ ബാറ്ററി ഇനിയിപ്പോ എവിടെ പോയി കിടക്കുമായിരിക്കും. പിന്നെ ഗ്യാസൊലിയും വേണം നമുക്ക്. ഗ്യാസൊലി ഞാൻ എവിടെ കണ്ട ഇട്ടായിരുന്നു. അതിനിപ്പോ എവിടെ പോയി കിടക്കുമായിരുന്നു? മറ്റേ സ്ഥലത്ത് കിടക്കുന്നു. ഇനി നമുക്ക് വേണ്ടി പെട്രോൾ അടിക്കാം. ലുട്ടാപ്പി ഇവിടെ ഒന്നും ഇല്ലല്ലോ അല്ലേ? അവൻ പച്ചക്കളറിലെ ഷർദിലൊക്കെ ഇടും. ഇവിടെ ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് പോകാം. ഇതാണ് മറ്റേ പ്രേതം. ഇവ നമ്മളെ കണ്ടുകഴിയുമ്പോ ഓടുന്ന എന്തിനാ? ഇതിനെ തുറന്നു വിട്ട് നമുക്ക് പെട്രോൾ അടിക്കാനും കീ വേണം. അത് ഭയങ്കര കഷ്ടമായി പോയല്ലോ. എനിക്ക് വന്ന കുട്ടൂസന്റെ റൂമിനകത്ത് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓടിക്കോ. അയ്യോ ഓടിക്കോ. ഇവൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. കാർ ബാറ്ററിയും കിട്ടി, എല്ലാം കിട്ടി. എല്ലാം ഒന്നും കിട്ടിയില്ല. ലുട്ടാപ്പി ഇവന്റെ ഓട്ടോ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവന് ഡോറ് തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡോറിന്റെ അകത്തൂടെ ഒക്കെ കയറി വരാൻ വേണ്ടി. മറ്റേ പ്രായം എന്റെ പൊന്നടാവോ നടങ്ങിരി. ഇതുപോലൊരു മാരണത്തിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവനാണെ വെടിവെച്ചിട്ടും കാര്യമില്ല. നീ തുപ്പിയിട്ട് പോടാ. തൈലം തുപ്പിയിട്ട് പോ. നീ പോ. നിനക്ക് അതല്ലായിരുന്നു വേണ്ടത്. ഗ്രാനിയമ്മച്ചി സ്പോണേ കാണും. പറഞ്ഞു തീർന്നില്ല. അതേ സൗണ്ട് കേൾക്കായിരുന്നു. അയ്യോ എടാ അളിയോ ഒന്നും ചെയ്യലടാ. പ്ലീസടാ ഒന്നും ചെയ്യലടാ. പോയി രക്ഷപ്പെട്ടു. ഓക്കെ സെറ്റ്. ഓക്കെ അമ്മേ കൊണ്ടാരം പിടിച്ച് എലി. ഓടിക്കോ. ഓക്കെ. ഇവൻ ഇവിടെ എന്നാ നീ ഇവിടെ വന്ന് തുപ്പിയിട്ട് പോടാ. നീ തുപ്പിയിട്ട് പോ. നിനക്ക് സമാധാനം കിട്ടുമല്ലോ. നമുക്കങ്ങനെ എന്തായിരുന്നുണ്ട്? എന്റെ ഒരു ഫ്രഞ്ച് എന്നായിരുന്നു ഞാൻ ഇത്ര നേരം വിഞ്ച് കാൻഡിൽ എന്ന് പറഞ്ഞോണ്ടിരുന്ന. അമ്മച്ചി ഇനി ഇങ്ങോട്ട് വരുമായിരിക്കും. ഗെയിമിന്റെ വൈബേ അങ്ങ് മാറി. ഇനി സാധാ ഗെയിം ആക്കുമ്പോ എന്തോ പോലെ ആയിരിക്കും. ദേവറേതം ഇക്കടാ അവിടെ. ഇവൻ എന്തുവാ കാണിക്കുന്നത്? അതേ മൂക്കും വെച്ചോണ്ട് വരുന്നുണ്ട്. അമ്മച്ചി വഴിക്ക് വെച്ച് മറന്നുപോയി. വാ. അമ്മച്ചി നമ്മളെ മറന്നു വീണ്ടും. നമുക്ക് താഴോട്ട് തന്നെ പോവാം. അവൻ നമ്മളെ കണ്ട് കഴിച്ച് ഇനി വീണ്ടും തുപ്പാൻ വരും. നീ എന്തെങ്കിലും കാണിച്ചിട്ട് പോ. അവൻ കൊല്ലത്തൊന്നും ഇല്ലല്ലോ. നമുക്ക് ഗ്രാനീനെ ഇവിടെ പൊഹച്ച് കൊന്നിട്ട് പോകാം. പ്രേതത്തിന്റെ സൗണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് കിടന്ന് കാറ് നശിപ്പിക്കുക.
അവിടെ കിടക്കും. ഓക്കെ, ഇനി നമുക്ക് കട്ടിംഗ് പ്ലെയർ എടുത്തോണ്ട് മേളിലോട്ട് പോവാം. മേളിൽ പോയിട്ട് ചില പണി നീ തുപ്പടാ. പച്ച കളറിൽ സാധനം വീഴുന്ന സൗണ്ട് കേൾക്കുമ്പോ എന്തോ പോലെ. ഓക്കെ, സേഫ്റ്റി കിട്ടി. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോന്ന് ആർക്കറിയാം. മാറ്റി ഇനി താഴെ പോയി നോക്കാം. നമ്മൾ ഇതുവരെ ചത്തിട്ടില്ല, അതാണ് മെയിൻ ഹൈലൈറ്റ്. ഈ പുതിയ എസ്കേപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ട്. അറിയത്തില്ല പുതിയ എസ്കേപ്പ് വല്ലതും ഉണ്ടോ. ഓ, കാർക്കി കിട്ടി ഗൈസ്, കാർക്കി കിട്ടി. എസ്കേപ്പ് ആയടാ. പെട്രോൾ അടിച്ചോ. ഇപ്പൊ നമ്മൾ എസ്കേപ്പ് ആവും. ഓക്കെ, നമുക്ക് ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. നമുക്ക് ഗ്രാനിയെ കൊല്ലണമെന്നുണ്ട്. നമുക്കെന്നാ അതും കൂടെ ചെയ്തിട്ട് പോവാം, അതല്ലേ വലുത്. ബുള്ളറ്റ് എടുത്തോണ്ട് തന്നെ ഗ്രാനീനെ വെടി വെച്ചിട്ട് വന്നിട്ട് നമുക്ക് പോവാം. അവന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ അവൻ എവിടെ പോയെന്ന് അറിയത്തില്ല. അമ്മച്ചി സ്പോൺ ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കണം നമുക്ക്. ഗ്രാനി സ്പോൺ ആയ ഗൈസ്. ഇപ്പൊ ഗ്രാനിയുടെ മെയിൻ ഡയലോഗ് ഞാൻ കേട്ടു. ഡു യു വാണ്ട് ടു പ്ലേ ഹൈഡ് ആൻഡ് സീക്ക് ഞാൻ കേട്ടു. ഇപ്പൊ വരും ഇങ്ങോട്ട്. ഗ്രാനീനെ ഒരു കാര്യം ചെയ്യാം, മുമ്പിലിട്ട് കാറ് കൊണ്ട് ഇടിച്ചു കൊല്ലണം എനിക്ക്. ആ വന്ന് ഇതിലെങ്കിലും വാ. അയ്യോ ഗൈസ്, നമ്മള് ചോദിച്ചു വാങ്ങിച്ചു ഗൈസ്. വെടിവെച്ചിട്ട് ഗ്രാനിയുടെ നില കൊണ്ടില്ല. എന്നാ ഇപ്രാവശ്യം നമ്മൾ കൊന്നിരിക്കും, കൊന്നിട്ടേ പോകൂ നമ്മള്. ഓക്കെ ഗൈസ്, നമ്മളിത് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. വീണ്ടും ഷോർട്ട് ഗണ്ണ് വീണ്ടും എടുത്തേക്കാം. ഓക്കെ, ഇവിടെ ഒരു ബുള്ളറ്റ് ഇരിപ്പുണ്ട്. ഇത് നമുക്ക് വേണ്ടി വെച്ച ബുള്ളറ്റാന്ന് തോന്നുന്നു. ഇപ്രാവശ്യം ചാകൂന്ന് അറിയായിരുന്നു, അതുകൊണ്ട് വെച്ച ബുള്ളറ്റാ. ഗ്രാനി എങ്കിൽ ഗ്രാനി വാ. ഇപ്രാവശ്യം ചത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കുന്നില്ല, ഓടിപ്പോയി എസ്കേപ്പ് ആവും. ഗ്രാനിയെ കൊല്ലാനൊന്നും നിൽക്കണ്ട. വന്നില്ലേ, എവിടെ പോയി? ആ വന്ന് ചൂല് കാണാം. Okay, guys, time to escape. Time to revenge. അവിടെ കിടക്ക് ഗ്രാനിയെ വെച്ച്. ആ മണ്ടേ കൂടെ എനിക്ക് കാറ് കയറ്റി കൊല്ലാൻ കൊതിയാവുന്നു. ഇതിലേ കയറുന്നേ, ഇതെല്ലാം അടച്ചു വെച്ചിട്ട്. ആ മണ്ടേ അതെ മുട്ട കാണാൻ ഗൈസ്. അതെ, തൊപ്പി വന്നു ഗൈസ്. എന്റെ അമ്മ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ആണെന്നല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.